ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും പ്ലം കേക്ക് വാങ്ങി പൈസ കളയണ്ട. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഓവനും ബീറ്ററും മിക്സിയും ഒന്നും യൂസ് ചെയ്യാതെ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. തീർച്ചയായിട്ടും ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചല്ലോ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിന് വേണ്ട പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കാരമൽ ചെയ്തെടുക്കുന്നത്. ഇനി മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സിലെ കപ്പിലെങ്ങനെ അളന്നെടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. നമ്മളിവിടെ തയ്യാറാക്കുന്നത് 1/2 കിലോൻ്റെ പ്ലം കേക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾ 1 കിലോൻ്റെയൊക്കെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസൊക്കെ ഇരട്ടിയായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര എത്രയാണ് എടുത്തത് അത്ര തന്നെ വെള്ളം നമ്മളിതിലേക്ക് തിളപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്ന് നീങ്ങി നിന്നിട്ട് ഒഴിക്കുക, മേലേക്ക് തെറിക്കാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാരമൽ കുറച്ച് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, ഒന്ന് തിളച്ച് വരുമ്പോൾ സെറ്റ് ആയിക്കോളും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ടിൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഇതുപോലത്തെ പാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പാനിൻ്റെ വലിപ്പത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ A4 ഷീറ്റോ ബട്ടർ പേപ്പർ ഏതായാലും കുഴപ്പമില്ല. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലെ A4 ഷീറ്റിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മൈദപ്പൊടി ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. 125 ml ആണ് മെഷറിംഗ് കപ്പിൻ്റെ അളവ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആദ്യം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം, വല്ല കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുക്കുന്നതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് വെളുത്ത മുന്തിരി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്കിൻ്റെ ഐറ്റം താഴെ പോയി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദപ്പൊടി ഇട്ട് മിക്സ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ട സ്പൈസസ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്രാമ്പു, ചെറിയ 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചതയ്ക്കുന്ന സംഭവത്തിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ മിക്സി നമ്മളിതിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മളിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് ഒരിക്കലും നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇനി നമ്മുടെ കേക്കിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ നമ്മൾ കുറച്ച് താഴെയായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കണമെന്ന് വെച്ചാൽ 1/2 കപ്പ് കറക്റ്റായിട്ട് എടുക്കാം. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 1/2 കപ്പിൽ കുറച്ച് താഴെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ വാനില എസൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മധുരം ബാലൻസിങ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്കാണ് യൂസ് ചെയ്യണത്. ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്യാം, അല്ലെങ്കിൽ ബീറ്ററുള്ളവർക്കാണെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ നമ്മളിന്നിവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ബീറ്ററും മിക്സിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ നമ്മളിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മുട്ട നന്നായിട്ട് പതഞ്ഞ് വരാൻ വേണം, നമ്മൾ ഇട്ടിട്ടുള്ള പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുകയും വേണം കേട്ടോ. ഈ പഞ്ചസാര മെൽറ്റ് ആവണ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കിയാൽ മതി.
അങ്ങനെ അതേ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരമൊന്നും പിടിക്കില്ല, ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ സ്പൈസസ് പൊടിച്ച പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിക്കുന്നതോട് കൂടി തന്നെ ഈ ഒരു സ്പൈസസും കൂടി ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പക്ഷേ നമ്മൾ അത് മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെ ചെയ്യാത്ത കേട്ടോ. മിക്സിയിലൊക്കെ ചെയ്യണത് നമ്മൾ മുൻപ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മിക്സിയും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് അടിക്കാവുന്നുള്ളൂ. നമ്മളിവിടെ ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും മിക്സാക്കി വെച്ചിരുന്നല്ലോ, അത് ഇന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ മിക്സാക്കി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഇങ്ങനെ തിക്കായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരമൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ ഒരു കാരമൽ ചേർത്ത് മിക്സ് ആക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ആ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും നമ്മൾ ഈ ഒരു ബാറ്റർ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കണം, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മൈദപ്പൊടി മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ട്രിപ്പായിട്ടാണ് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കണത്, മൊത്തം ഒരുമിച്ചിട്ടരുത്. അപ്പോൾ ആകെ കട്ട കുത്തി നമുക്ക് ആകെ മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ, ഒട്ടും കട്ടകൾ ഉണ്ടാവരുത്. നല്ലപോലെ ഇളക്കി മിക്സാക്കിയാൽ മതി, നന്നായിട്ട് തന്നെ മിക്സായി വരും. നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുള്ള ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ചിലർക്ക് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നതൊക്കെ ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം. ചിലർക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ സോക്കിംഗ് ഒന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മുന്തിരി ജ്യൂസിലോ ഓറഞ്ച് ജ്യൂസിലോ ഇത് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഒരു കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനേഗർ, അതായത് നമ്മൾ സൊറുക്ക എന്നൊക്കെ പറയില്ലേ, ഒരു സംഭവം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കാട്ടെ. നന്നായിട്ട് മിക്സ് ആയാലാണ് നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയരുത്, എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം ഇനിയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിൽ ഒരു റിങ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായപ്പോൾ ഞാൻ ഇത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി നോക്കുകയാണ് ഇത് കുക്കായോ എന്ന് അറിയാനായിട്ട്. നമ്മളിതുപോലെ ഒരു ടൂത്ത് പിക്ക് അങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഒന്ന് ചൂടാറാനായിട്ട് ഞാനിവിടെ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിമോൾഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേപ്പറൊക്കെ നമുക്കൊന്ന് ഉരിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസിന് ആരും ഇനി കടയിൽ നിന്നൊന്നും പ്ലം കേക്ക് വാങ്ങി പൈസ കളയണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾ കണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ഇവിടെ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട, ബീറ്റർ ഓവനും ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.
താങ്ക്